കാറ്റിലും മഴയിലും ഭീമൻ ആൽമരത്തിന്റെ വലിയ ശിഖരം വീണ് 3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നെന്മാറ വല്ലങ്ങി നെടുങ്ങോട് മുനീശ്വരൻ ക്ഷേത്രത്തിലെ ഭീമൻ മരത്തിന്റെ കൊമ്പാണ് വീണത്. ദേവിദാസിന്റെ വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. മറ്റു 2 വീടുകൾ ഭാഗികമായി തകർന്നു. ദേവിദാസ്, മോഹൻദാസ്, രാജൻ എന്നിവരുടെ വീടുകളിലാണ് മരം വീണത്. ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപൊത്തി. എൻ്റെ വീട്ടിലേക്കാണ് ഇത്രയും ഭീമമായ ഒരു മരം വീണ് വീടിൻ്റെ മുൻവശം ഭാഗികമായിട്ട് തന്നെ തകരുകയുണ്ടായി. സിറ്റൗട്ടിൽ നിർത്തിയ വണ്ടി, അതുപോലെ തന്നെ വീടിൻ്റെ മുകളിലിട്ട ഷീറ്റൊക്കെ പൂർണ്ണമായിട്ടും ബാക്ക് വശം കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫ്രണ്ട് ഭാഗം പൂർണ്ണമായിട്ടും അതിൻ്റെ കമ്പി, പൈപ്പുകൾ, ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തകർന്ന് പൊട്ടി വീണത് അവസ്ഥയിലാണ്. അതുപോലെ തന്നെയാണ് വീടിൻ്റെ കാർ ഷെഡും അതുപോലെ സിറ്റൗട്ടും. കാർ ഷെഡിൻ്റെ പകുതി വാർപ്പ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഈ മരം വീണിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞുകയാണ് ഉണ്ടായിട്ടുള്ളത്. വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ പില്ലറ്, അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന പർഗോള, അങ്ങനെ വീടിന് ഒരു ഭീമമായിട്ടുള്ളൊരു തുക നഷ്ടം വരുന്ന രീതിയിലാണ് ഈ മരം വീണിട്ടുള്ളത്. ഭീമൻ ആൽമരം അപകട ഭീഷണി ഉയർത്തുന്നതിനാൽ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിലും ദുരന്ത നിവാരണ വിഭാഗത്തിനും പരാതി നൽകിയെങ്കിലും പുല്ലുവില പോലും കൽപ്പിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നവകേരള സദസ്സിൽ ഈ വിഷയത്തിനെ സംബന്ധിച്ച് പരാതി ഇവിടെയുള്ള എല്ലാ ആളുകളും അപേക്ഷയിൽ ഒപ്പിട്ടുകൊണ്ട് അവിടെ കൊടുത്തിട്ട് യാതൊരു നടപടിയും ഈ ഡിസംബർ 3 നടന്ന നവകേരള സദസ്സിൽ കൊടുത്തിട്ട് വരുന്ന നടപടി ഈ കഴിഞ്ഞ ദിവസം വരുന്ന നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് വീണ്ടും കാലവർഷം തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും കൂടി ഒരു പരാതി എഴുതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ജില്ലാ കലക്ടർക്ക് കൊടുത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലെ MLA-മാരടക്കം ഉണ്ട് എന്നുള്ളത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൊല്ലംകോട് നെന്മാറ നിയോജക മണ്ഡലം MLA അടക്കം ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ വഴി സ്കൂളുകളിലേക്ക്, നഴ്സിംഗ് സ്കൂളുകളിലേക്ക്, തൊട്ടടുത്തുള്ള അംഗനവാടിയിലേക്ക്, അതുപോലെ തന്നെ നെല്ലിയാമ്പതിക്കും പോത്തുണ്ടിയിലേക്ക് ടൂറിസ്റ്റ് സഞ്ചാരികളടക്കം അനവധി ആളുകൾ ഏത് നിമിഷവും എല്ലാ ദിവസങ്ങളും ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആരുടെയോ ഭാഗ്യത്തിനനുസരിച്ച് ഇതുവഴി ആർക്കും തന്നെ ഈ സംഭവത്തിൽ ഒരു പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് കൂടിയിട്ട് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനി സംഭവിക്കാതിരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.